ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ സർക്കാരിന്റെ അവകാശവാദം കഴിഞ്ഞ ഒരു വർഷമെങ്കിലുമായി അഭിനന്ദനാർഹമായ നിലയിലാണ് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ്. ബ്രഹ്മപുരം അപകടത്തിന് ശേഷം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഞങ്ങൾ എടുത്തു. ഇപ്പോൾ ഈ ക്ലീൻ കേരള കമ്പനി ഇരട്ടി കളക്ഷനാണ്, അതായത് മുൻപ് കളക്ട് ചെയ്തതിന്റെ ഇരട്ടി മാലിന്യം, അതാണ്ട് 60 ലക്ഷം ടണ്ണോ, അതിന്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഇരട്ടി മാലിന്യം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഈ കളക്ഷൻ നടക്കുന്നു, അതിന്റെ സംസ്കരണം നടക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. നോക്കൂ, മന്ത്രിയും മന്ത്രിയുടെ അനുചരനും വീമ്പിളക്കുന്നതല്ലാതെ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞെന്താണ്, റെയിൽവേയുടെ വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് റെയിൽവേ മറുപടി പറയട്ടെ. ഞങ്ങൾ റെയിൽവേയുടെ എന്താ പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല. ഞങ്ങളുടെ ചോദ്യം, ഇവിടെ 12 കിലോമീറ്റർ ഉള്ളതിൽ 120 മീറ്ററോളമാണ് റെയിൽവേയിലൂടെ കടന്നു പോകുന്നത്. 12 മീറ്റർ എന്ന് പറഞ്ഞാൽ 12,000 മീറ്റർ, 12 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 12,000 മീറ്റർ. 12,000 മീറ്ററിൽ 120 മീറ്ററിനെ കുറിച്ചാണ് ഇവർക്ക് ആക്ഷേപമുള്ളത്. ആ റെയിൽവേയിലേക്ക് മാലിന്യം വരുന്നതും സ്വാഭാവികമായും അതിലെ യാത്രക്കാർ തന്നെയാണ് കൊണ്ടുവരുന്നത്, തർക്കമൊന്നുമില്ല. അതായത് 12,000 മീറ്ററിൽ 120 മീറ്ററിലെ തർക്കത്തെക്കുറിച്ച് പറയുമ്പോൾ 100-ൽ 1 മീറ്ററിനെ സംബന്ധിച്ച്, അതായത് 1% ഏരിയയാണ് ഈ റെയിൽവേയിലൂടെ കടന്നു പോകുന്നത്. ബാക്കി 99% കോർപ്പറേഷന്റെ അധീനതയിലൂടെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഈ 99% നല്ല മലിനജനമാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ 99% പ്രദേശത്തും നമുക്കറിയാവുന്നതുപോലെ, അല്ലെങ്കിൽ അഭിലാഷം കൃത്യമായിട്ട് അറിയാവുന്നതുപോലെ, ഒബ്സർവേറ്ററിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്, വാട്ടർ വർക്സിൻ്റെ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അവിടെ വാട്ടർ വർക്സിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ വേസ്റ്റ് വാട്ടറുമാണ് ഇതുവഴി നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇത് കൃത്യമായി വന്ന് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൂടി വന്ന് അപ്പുറത്ത് നമ്മുടെ കോഫി ഹൗസിൻ്റെ അതിലൂടെ റെയിൽവേ കോമ്പൗണ്ടിൽ കയറി 120 മീറ്റർ കഴിഞ്ഞ് അപ്പുറത്തിറങ്ങി അത് ഈ പറഞ്ഞതുപോലെ വഞ്ചൂർ വഴി തിരിച്ച് പാർവതിപുത്രാറിൽ നിന്ന് നേരെ പാർവതിപുത്രാറിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പ്രദേശമെല്ലാം ക്ലീനാണോ? എന്താണ് മന്ത്രി പറയുന്നത്? മന്ത്രി പറഞ്ഞെന്താണ്? സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ മാലിന്യ സംസ്കരണം എവിടെയാണ് ഒക്കെ ചോദിക്കുന്നത് ശരിയാണ്. റെയിൽവേ പറയട്ടെ, എനിക്കറിയില്ല. റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇവിടെ മന്ത്രി പറഞ്ഞു, എന്താ പറഞ്ഞേ, ബ്ലെയിം ഗെയിം വേണ്ട. ബ്ലെയിം ഗെയിം തുടങ്ങിയത് സംസ്ഥാനത്തെ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്. നിഷേധിക്കാൻ കഴിയുമോ? മേയറാണ് എന്താ പറയുന്നത്, അദ്ദേഹത്തെ കണ്ടെത്താനുള്ള, അദ്ദേഹത്തെ ജീവനോടെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേയറാണ് ആദ്യമായി റെയിൽവേക്കെതിരെ തുടങ്ങിയത്. സാന്ദർഭികമായി പറഞ്ഞതല്ല, എല്ലാ ചാനലിലും ലൈവ് കൊടുക്കുകയായിരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളാണ്, താങ്കൾ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ബ്ലെയിം ഗെയിം തുടങ്ങിയിട്ടുള്ളത് മേയറാണ്. ഇനി അതിനപ്പുറത്തേക്ക് എൻ്റെ ചോദ്യം, ഇവിടെ റെയിൽവേ എവിടെ സംസ്കരിക്കുന്നു? ഞങ്ങളുടെ ചോദ്യം റെയിൽവേ എവിടെ സംസ്കരിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത ചോദ്യം, കോർപ്പറേഷൻ എവിടെ സംസ്കരിക്കുന്നു? എൻ്റെ വീട്ടിൽ നിന്നുൾപ്പെടെ ദിവസവും ചപ്പുചവറുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, മാലിന്യം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രത്യേകം ശേഖരിക്കുന്നുണ്ട്. ഈ സംസ്കരിക്കുന്നത് കൊണ്ടുപോകാൻ വേണ്ടി 12 അല്ലെങ്കിൽ കുറച്ച് ഏജൻസികളെ ഇവരെ എംപാനൽ ചെയ്തിട്ടുണ്ട്, വസ്തുതയാണ്. ഈ എംപാനൽ ചെയ്ത ഏജൻസികൾ ഇത് കളക്ട് ചെയ്തതിന് ശേഷം അവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ സംബന്ധിച്ച് കോർപ്പറേഷൻ എന്തെങ്കിലും കണക്കുണ്ടോ? എങ്ങോട്ടാണ് അവർ കൊണ്ടുപോകുന്നത്? വളരെ ആധികാരികമായി പറയാൻ കഴിയും, ഇതിൻ്റെ പിന്നിൽ വലിയ സംഘടിതമായ ഒരു ശക്തിയുണ്ട്. അത് CITUവിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ശക്തിയാണ്. അത് ഇന്നലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ശ്രീ പ്രശാന്ത് ഉൾപ്പെടെ സമ്മതിച്ചു തന്നിട്ടുള്ളതാണ്. 75% വേസ്റ്റും അവർ തന്നെ ഈ ശേഖരിക്കുന്നവർ അഥവാ ഏജൻസികൾ ഏറ്റെടുത്തതിന് ശേഷം 25% വേസ്റ്റ് മാത്രം അവർ ഡിസ്പോസ് ചെയ്യുകയും ബാക്കി 75% വേസ്റ്റും രാജാജി നഗറിലും അതുപോലെ തന്നെ പനവിളയിലുമൊക്കെയുള്ള ഇതിൻ്റെ മൂടി മാറ്റി, ഓടയുടെ മൂടി മാറ്റി, ഇത്തരത്തിലുള്ള പാർവതിപുത്തനാറിൻ്റെ മൂടി മാറ്റിയതിനു ശേഷം അതിലൂടെ ഒഴുക്കി വിടുകയാണ്. ഒരു തർക്കവും വേണ്ട. അത് ഞാൻ പറയുന്നതല്ല, ശ്രീ പ്രശാന്ത് ഉൾപ്പെടെ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയൊരു ലോബിയുണ്ട്. അതിനകത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറും JHIയും ഒക്കെ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അവർക്ക് അനുകൂലിച്ചേ മതിയാവും കോർപ്പറേഷൻ്റെ സ്റ്റാഫിനെ സംബന്ധിച്ച്. അപ്പോൾ കോർപ്പറേഷൻ ഔദ്യോഗികമായി വീടാന്തരം കയറിയിറങ്ങി കുടുംബശ്രീക്കാരെ കൊണ്ടോ ആരെ കൊണ്ട് സംഭരിക്കുന്നതായാലും ആ മാലിന്യം പോലും പ്രോപ്പറായി സംസ്കരിക്കപ്പെടുന്നില്ല. ഇത് ഏറ്റെടുക്കുന്ന ഏജൻസികൾ കൃത്യമായും ടോട്ടൽ ക്വാണ്ടിറ്റിയും കൊണ്ടുപോകുന്നില്ല. ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും മറച്ചു വെച്ചിട്ട് കോർപ്പറേഷൻ നല്ല വിളയിൽ ചമയേണ്ടതില്ല, റെയിൽവേയും നല്ല വിളയിൽ ചമയേണ്ടതില്ല. ഇവിടെ റെയിൽവേയേക്കാൾ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. 99% സ്ഥലവും അവരുടെ കീഴിലാണ്. മാത്രമല്ല കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന ചപ്പുചവറുകളെ സംബന്ധിച്ച് അവരുടെ പ്രദേശത്ത് അവരുടെ കൈക്കലുള്ള ബാക്കി 99% ക്ലീൻ ആണോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ജോയിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലം, അത് ആ ഭാഗത്തെ ചപ്പുചവറിനെ കുറിച്ച് ഞാൻ താങ്കളോട് പറയേണ്ടതുണ്ടോ? അഭിലാഷ് ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങി 100 മീറ്റർ നടന്നാൽ അഭിലാഷിന് അതിൻ്റെ സ്മെല്ല് അനുഭവിക്കില്ലേ? അപ്പോൾ ഇനി നോക്കൂ, ആ ഉപ്പടമൂട് പാലത്തു നിന്ന് വഞ്ചൂർ, നിങ്ങളുടെ ഓഫീസിനടുത്ത് വരുന്ന വഞ്ചൂരിലൂടെ പോകുന്ന ഈ പറയുന്ന പോലെ പാർവതിപുറ്റാറിലേക്ക് പോകുന്ന ഭാഗം,
അവിടെയൊക്കെ സ്ലാബിട്ട് റോഡിന് വീതി കൂട്ടി വലിയ റോഡാക്കിയിട്ടുണ്ട്. ശരിയാണ്, വഞ്ചൂർ കോർട്ടിന്റെ മുന്നിൽ, വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൊക്കെ റോഡ് വൃത്തിയാക്കിയിട്ടുണ്ട്, റോഡ് വലുതാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനടിയിലൂടെയും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കടന്നു പോകുന്നുണ്ട്, ഓട കടന്നു പോകുന്നുണ്ട്. പാർവതി പുത്തനാറിലേക്ക് പോകുന്ന ഈ ആമയിഴഞ്ചാൻ റോഡിന്റെ ഭാഗത്തൂടിയാണ് ആ റോഡ് വിപുലീകരിച്ചിട്ടുള്ളത്. വലിയ ഓടയ്ക്ക് മുകളിലൂടെ സ്ലാബിട്ടിരിക്കുകയാണ്. അത് കൃത്യമായി ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. നാളെ ദുരന്തമുണ്ടാകാൻ പോകുന്ന ആ പ്രദേശത്ത് കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. കാരണം അവിടെയൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഇത്തരത്തിലുള്ള പോട്ടെ മഴക്കാല പൂർവ്വ ശുചീകരണം അതിന് പോലും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാർഡിലേക്ക്, ഒരു ഡിവിഷനിലേക്ക് 1 ലക്ഷം രൂപ വീതം 100 വാർഡുകളുണ്ട്, 1 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ചിലവാക്കിയ വാർഡുകൾ ഉണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ കൗൺസിലർ ഒപ്പിട്ട് കൊടുത്താൽ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോടാനുകോടി ചിലവാക്കുകയും ഇത്തരത്തിലുള്ള മാലിന്യം പ്രോപ്പറായി സംസ്കരിക്കാതിരിക്കുകയും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന തിരുവനന്തപുരം നഗരവാസികളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി ബോധ്യമുള്ളതല്ലേ ഈ മാലിന്യ സംസ്കരണം പ്രോപ്പറായി നടക്കുന്നില്ല എന്ന്? ഞങ്ങൾ മലമറിക്കുന്നു കഴിഞ്ഞ 1 വർഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രിക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയെയും ഞാൻ ക്ഷണിക്കാം. ഞാൻ എൻ്റെ ചെലവിൽ കൊണ്ടുപോകാം. അവർ പറയുന്ന സ്ഥലത്തൂടെ ഞാൻ കൊണ്ടുപോകാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യ കൂമ്പാരങ്ങളെ കുറിച്ച് ഞാൻ കാട്ടിക്കൊടുക്കാം. നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ 2 കാലിലും മന്തുള്ളയാൾ 1 കാലിൽ മന്തുള്ളയാളെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് കോർപ്പറേഷൻ റെയിൽവേ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ 2 ശരിയല്ലെന്നേ. നിങ്ങൾ 2ഉം നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ അത് പറയുമ്പോൾ ആ സമയത്ത് പറയാൻ പാടുണ്ടോ? പറയുന്നത് ശരിയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അർത്ഥമുണ്ടോ? പറയിച്ചത് റെയിൽവേയും അതുപോലെ തന്നെ മേയറും തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നിങ്ങൾ അത്തരത്തിൽ ബ്ലെയിം ഗെയിം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ തുടക്കമിട്ടുള്ളത് ഈ മേയർ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മേയറെയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ വെള്ളപൂശാൻ വേണ്ടി 1 വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾ അറിയാം. വെള്ളപൂശാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള മന്ത്രി നേരിട്ടിറങ്ങി പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാലും എന്ത് കോടതി വിധിയെ സംബന്ധിച്ച് സംസാരിച്ചാലും വസ്തുതകളാകാതിരിക്കില്ല. വസ്തുതകൾ തന്നെയാണ്. കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്കെല്ലാം ബോധ്യമുണ്ട്. കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു അഭിലാഷേ, ഈ വീടാന്തരം കളക്ട് ചെയ്യുന്ന ഈ മാലിന്യം പരിപൂർണമായും ഈ ഏജൻസികൾ ഏറ്റെടുക്കുന്നുണ്ടോ? അവർ എവിടെയാണ് സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് കോർപ്പറേഷന് കണക്കുണ്ടോ? ഇല്ല. അവർ പരിപൂർണമായും സംസ്കരിക്കുന്നുണ്ടോ? ഇല്ല. രാത്രി കാലങ്ങളിൽ 2 മണി കഴിഞ്ഞും 3 മണി കഴിഞ്ഞും രാജാജിനാഥിന്റെ ഭാഗത്തും പനവേലിയിലും വന്നാൽ അവിടെ ഓടയുടെ മൂടി മാറ്റിയതിനു ശേഷം ടൺ കണക്കിന് മാലിന്യം ഈ പറയുന്ന ഒരു ഓവുചാലിലൂടെ കടത്തിവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ക്യാമറ അയച്ചോളൂ. ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, മുൻ മേയർ സമ്മതിച്ചിട്ടുണ്ടല്ലോ, നേതാക്കന്മാരെല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ. ഇതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ?